ടു കപ്പ് ലഞ്ച് ബൈ ധന. ഇന്ന് പൊപ്പയുടെ സ്കൂളിലത്തെ ആനുവൽ ഡേ ആണ്. അതിന് ഞാൻ വന്നേക്കാണ്. ചിന്തയില്ല കേട്ടോ, ചിന്തനെ അംഗനവാടിയിലാക്കി. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഹായ് ഗായ്സ്, പൊപ്പനെ രാവിലെ 8 മണിക്ക് പ്രോഗ്രാം നടക്കുന്ന ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഞാനും ചിന്തയും കൂടി പോയി അങ്ങനെ അവിടെ എത്തി പൊപ്പനെ കൊണ്ടുവിടാണ്. പ്രോഗ്രാമിനിടുന്ന കോസ്റ്റ്യൂമിലാണ് ഈ പൊപ്പ പോകുന്നത്. അങ്ങനെ അവിടെ എത്തി പൊപ്പനെ റിസീവ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ചിന്തയ്ക്കും പോകാനൊരാഗ്രഹം. അങ്ങനെ ചിന്ത എനിക്കും കയറണം എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. തിരിച്ചു പോയി ചിന്തനെ അംഗൻവാടിയിലാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും എത്തി. 10:15 അവിടെ എത്താനായിട്ട് പ്രിൻസിപ്പൽ രശ്മി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പാരന്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ നിഖിൽ ജി കൃഷ്ണൻ എന്ന പാരന്റും പാരന്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെ 2 പേരെയും ഫ്രണ്ട് റോൾ എന്നെ റിസീവ് ചെയ്തിരുത്തിയേക്കുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം ലൈറ്റിംഗ് ഓഫ് ലാമ്പിനും ഇൻവൈറ്റ് ചെയ്തു. വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്കത്. ഡയറക്ടർ ഓഫ് ABC എഡ്വിൻ പുർത്തോസ്, സ്കൂൾ ഡയറക്ടർ പി മുരളീധരൻ, സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി മുരളീധരൻ, പിന്നെ പാരന്റ് റെപ്രസെൻറ്റേറ്റീവ്സായ നിഖിൽ ജി കൃഷ്ണനും ഞാനും ലാമ്പ് ലൈറ്റും ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പാരൻസിനൊക്കെ എത്രത്തോളം റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്കൂളിലാണല്ലോ എൻ്റെ മകൻ പഠിക്കുന്നത് എന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക് ആ സമയം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെൽക്കം സ്പീച്ച്, അതിനുശേഷം വെൽക്കം ഡാൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാഗണപതി എന്നുള്ള സോങ്ങിന് അടിപൊളിയായിട്ടാണ് ആ കുട്ടി ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ബാക്ക് സ്റ്റേജിലാണ് കേട്ടോ. കാരണം കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ളതുകൊണ്ട് പാരൻസിനോടൊന്നും അവരെ പോയി കാണാനൊന്നും നിൽക്കേണ്ടെന്ന് പറഞ്ഞു. 8 മണിക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊപ്പയുടെ പ്രോഗ്രാം ഏറ്റവും ലാസ്റ്റാണ്. ഓരോ പെർഫോമൻസും കഴിയുമ്പോൾ പാർട്ടിസിപ്പേഷനുള്ള പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അക്കാഡമിക് എക്സലൻസിനും സ്പോർട്സിനും ഒക്കെ ഉള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊപ്പനെ അവിടെ കണ്ടപ്പോഴാണ് പൊപ്പയ്ക്കും പ്രൈസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ നിന്ന് എന്നെ ഒന്ന് കണ്ടപ്പോൾ ആൾ ഓടാൻ നിന്നു. പക്ഷെ ഞാൻ വേണ്ടാന്ന് കൈകൊണ്ടാട്ടിയപ്പോൾ വന്നില്ല കേട്ടോ. പൊപ്പയുടെ ഒഫീഷ്യൽ നെയിം ധാരൂൺ യാൻഷ് എന്നാണ്. നിക് നെയിം ആണ് കേട്ടോ പൊപ്പ. ഏതൊരു പാരന്റിന്റെയും സന്തോഷം തോന്നുന്ന നിമിഷമാണല്ലേ മക്കൾക്ക് ഇതുപോലെ പ്രൈസൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന ഒരു നിമിഷമാണ് മറ്റു കുട്ടികൾക്കും പ്രൈസൊക്കെ കിട്ടുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം അംബ്രല്ല ഡാൻസ് ആണ്. നല്ല രീതിയിൽ ആ കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. തെറ്റിക്കാതെയൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ അത്രയും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ലേ. ആ കുട്ടികളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നല്ല ക്യൂട്ടായിട്ട് അവർ പെർഫോം ചെയ്തു. അപ്പോൾ ആ ഒരു പെർഫോമൻസിനുള്ള പ്രൈസ് നിഖിൽ ജി കൃഷ്ണനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. UKG സ്റ്റുഡൻസിൻ്റെ കോൺവെക്കേഷൻ സെറിമണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എഡ്വിൻ പുർത്തോസ് സാറാണ് അവർക്ക് സർട്ടിഫിക്കറ്റൊക്കെ നൽകിയത്. ഓരോ കുട്ടികളുടെ പാരൻസിനെയും സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ കൂടി നിർത്തിയിട്ടാണ് ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ നൽകിയത്. അതിനുശേഷം എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് പിരിഞ്ഞു. പിന്നെ ഡ്രാഗൺ കോസ്റ്റ്യൂമിലുള്ള ഒരു ഡാൻസ് ആണ് കണ്ടത്. നല്ല ക്യൂട്ടാണ്. നഴ്സറി സ്റ്റുഡൻസ് ആണ് അത് പെർഫോം ചെയ്യുന്നത്. കാണാൻ ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത്ര ക്യൂട്ടായിട്ട് അവർ പെർഫോം ചെയ്തു. ഫ്രാഗ്രൻസ് 2023-24 എന്ന ഈ ആനുവൽ ഡേ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ സ്കൂൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ പ്രൈസ് കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയാണ്. ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സന്തോഷമൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാമെന്ന് പറയുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ അല്ലേ. അങ്ങനെ ഞാൻ ഓരോ കുട്ടികൾക്കും പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ് അവർ. ഈ സ്കൂളിൽ pre-KG, LKG, UKG ആണ് വരുന്നത്. മോണ്ടിസോറി ബേസ്ഡ് ആണ്. ICSE CBSE സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഡേ കെയർ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് സ്കൂൾ ഗുരുവായൂരിൽ ഇപ്പോൾ LKG ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു വർഷം കൊണ്ട് തന്നെ പൊപ്പയിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആസ് എ പാരന്റ് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ചിന്തനെയും അവിടെ ചേർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു തരുന്നത് പൊപ്പയുടെ ക്ലാസ് ടീച്ചറായ സുമി ശോഭിനാണ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന കെയർ ചെയ്യുന്ന ഒരു മാമാണ്. പൊപ്പയ്ക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ സുമി മാമിനെ. ഇപ്പോൾ എനിക്കാണെങ്കിലും നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്ത് മാമിനോട് പൊപ്പയുടെ വിവരങ്ങളൊക്കെ തിരക്കാം, ഫോണിലൂടെ
നേരിട്ടും ഒക്കെ. അതുപോലെ തന്നെ മറ്റു സ്റ്റാഫ് കേട്ടോ, അവിടെയുള്ളവരൊക്കെ നമുക്ക് അത്രയും അപ്രോച്ചബിളാണ്. എനിക്ക് നല്ല കംഫർട്ടാണ്. ഒരു സെക്കൻഡ് ഹോമിൽ എൻ്റെ കുട്ടീനെ പറഞ്ഞു വിടുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് അവിടെ വിടുമ്പോൾ തോന്നാറുള്ളത്. പപ്പയ്ക്കാണെങ്കിൽ ഒരു മടി കൂടാതാണ് എത്ര നാളും പപ്പ സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കഴിഞ്ഞു. വേറൊരു പ്രോഗ്രാമിനും കൂടി പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് സോങ്ങും ഒപ്പനയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു തെറ്റും വരുത്താതെ നല്ല രീതിയിൽ ആ കുട്ടികൾ പെർഫോം ചെയ്തു. പിന്നെ മണവാട്ടിയാണെങ്കിലും നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സിലത്തെ കുട്ടികളല്ലേ, പിന്നെ ഇതിൽ ആ പാട്ടൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല വീഡിയോ ആയതുകൊണ്ട്. പിന്നെ കവിത ഒക്കെ എന്തൊരു സ്ഫുടതയോട് കൂടിയിട്ടാണ് മലയാളം കവിത ചൊല്ലുന്നത്. ഇത് കണ്ടില്ലേ, ഫാൻസി ഡ്രസ്സിന് ഓരോ സ്റ്റേറ്റ്സിൻ്റെയും കോസ്റ്റ്യൂമിൽ കുട്ടികൾ വന്നിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്ന ആ മ്യൂസിക്കിനൊത്ത് അവരുടെ ഡാൻസും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഫാൻസി ഡ്രസ്സും പിന്നെ ഒരു സ്കിറ്റും കൂടെ ഉണ്ടായിരുന്നു. ആ 2 പ്രോഗ്രാംസ് അത്രയും വെൽ ട്രെയിൻഡ് ആയിരുന്നു അവർ. ഞാൻ പറഞ്ഞില്ലേ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ആ ടീച്ചേഴ്സ്. കുറേ മാസങ്ങളായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊപ്പ ഗ്രൂപ്പ് ഡാൻസിന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓരോ കുട്ടിയുടെയും ടാലൻറ്റ് മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസിന് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ടീച്ചേഴ്സ് ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ആ കുട്ടികളുടെ മനസ്സ് എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരാൾക്ക് ടാലൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു മനസ്സുകൾ എത്ര വേദനിക്കും അല്ലേ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ സ്റ്റേജിൽ കയറാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് വലിയ കാര്യം തന്നെയല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ സ്കിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഡയലോഗിന് അവർ ലിപ്പിങ്ങും പെർഫോമൻസൊക്കെ ചെയ്യുകയാണ്. നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അതും നല്ല ഒരു ടോപ്പിക്കായിരുന്നു. അതായത് കുട്ടികൾ പുറത്തൊന്നും പോവാതെ വീട്ടിനകത്തിരുന്ന് വീഡിയോ ഗെയിമും ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നു. പുറത്ത് പോവാതെ പുറത്തുള്ള കുട്ടികൾ കളിക്കുന്നത് കാണുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം. ആദ്യമായിട്ട് ആണ് പുറത്ത് പോകുന്നതും അതെങ്ങനെയാണ് കളിക്കുന്നത് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടീനെയാണ് കാണുന്നത്. മറ്റു കുട്ടികൾ ആ കുട്ടീനെ കളിക്കാൻ കൂട്ടുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന സന്തോഷം. അപ്പോൾ അതിപ്പോൾ പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ് അല്ലേ. കുട്ടികളെ പുറത്ത് വിടുന്നില്ല. കുട്ടികൾക്ക് എപ്പോഴും മൊബൈലും ടി വിയും ഒക്കെ വെച്ച് കൊടുത്ത് പുറത്തൊന്നും വിടാതെ നിർത്തുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഷമവും അവർക്ക് പുറം ലോകം ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലായ്മയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്കിറ്റായിരുന്നു. നല്ല രീതിയിൽ ആ കുട്ടികൾ ആക്ട് ചെയ്തു. അതിനുശേഷം എന്താ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നുള്ള പ്രോഗ്രാംസിനൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതൊരു ഗ്രൂപ്പ് ഡാൻസ് ആണ്. അതിനുശേഷം എൻ്റെ ഫെലിസിറ്റേഷനാണ്. Annual Day of First School. It's my privilege to felicitate this function on behalf of parents. About this function, I would say it's a very grand event. How they managed it, how they decorated the stage, everything, and how they trained them are appreciable. And the kids' performance, hats off to them. Really, they did well. Congrats all kids who came on stage. I think in the school, almost every kids are getting one way or the other chance to perform on stage. That will definitely boost their confidence in near future. Because in other schools and all, selected students will be getting chance to perform. So other kids will be thinking that okay, my classmate is doing, so I am not talented. So definitely it will affect them in future. So teachers who gave chance to perform, that is really great. I thank all teachers or non-teaching staff who trained them, who gave support to them, and who gave care to them. And also the management who arranged this kind of an event. And about my kid, the activities and the training given to my kid boosted his confidence and excellence in academic. So very thankful to the institution. I am not extending my words because time is up.
all do enjoy. Some kids are waiting there to perform. Even I am excited to see my son's performance. So thank you very much. എൻ്റെ ഫുൾ ഫെലിസിറ്റേഷനൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതിൽ, ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടതാണ്. ഇത് ആ പൊപ്പയുടെ ഡാൻസാണ് കേട്ടോ. പൊപ്പ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ടീച്ചറോട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് പറയാറ്. ആളല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. അംഗൻവാടിയിലൊക്കെ ഇതുപോലെ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ചേർത്തിട്ട് ആ സമയത്തൊന്നും പ്രാക്ടീസ് ടൈമിലൊന്നും ആൾ ചെയ്യില്ല. പക്ഷേ പ്രോഗ്രാം ടൈമിൽ ആൾ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു ഇവിടെയും. ആൾ പാട്ടും ഡ്രസ്സും ഒക്കെ കണ്ടപ്പോൾ ആൾക്ക് കളിക്കാൻ തോന്നിയിട്ടുണ്ടാവാം. പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയാറ് റെഡ് ഷർട്ടും ബ്ലാക്ക് ജീൻസും വേണം ബോയ്സ് ഡാൻസ്, അത്രേ പറയുള്ളൂ. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നമ്മൾക്ക് അങ്ങനെയല്ലേ, നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്താലോ ഒരു സ്റ്റേജിലൊക്കെ കയറുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മനസ്സൊന്നും അറിയുമല്ലോ. എനിക്ക് സ്കൂൾ ടൈമിൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നാലാണല്ലോ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ പോകുള്ളൂ. മേ ബി എനിക്ക് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഞാൻ സ്കൂൾ ടൈമിലൊന്നും ഇങ്ങനെ പ്രോഗ്രാമിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ആ പേടിയൊക്കെ മാറി കോൺഫിഡൻസോടുകൂടി സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ സ്കൂളിലത്തെ കുട്ടികളൊക്കെ ലക്കിയാണ്. അങ്ങനെ പപ്പ പ്രൈസൊക്കെ വാങ്ങി തിരിച്ചു പോന്നു. ഗൈസ്, ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ് ഞാനും പൊപ്പയും കൂടിയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.